കോഴിക്കോട് നാദാപുരത്ത് റോഡിൽ വർണ്ണപ്പുക പടർത്തി യുവാക്കളുടെ അഭ്യാസ വാഹനയാത്ര. വിവാഹ ആഘോഷത്തിനെത്തിയ യുവാക്കളാണ് പുക പടർത്തി റോഡിൽ തലങ്ങും വിലങ്ങും കാർ ഓടിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, വീണ്ടും ഈ റോഡിൽ അഭ്യാസ പ്രകടനമല്ലേ? കഴിഞ്ഞ ഞായറാഴ്ച സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു വിവാഹ ആഘോഷത്തിനിടെയാണ് 3 വാഹനങ്ങളിലായി ഇത്തരത്തിൽ വർണ്ണപ്പുക പടർത്തിക്കൊണ്ട് മറ്റു വാഹനങ്ങൾക്കൊന്നും സൈഡ് കൊടുക്കാതെ റോഡിലൂടെ യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത്. ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിൽ ഇത്തരത്തിൽ റോഡിലൂടെ ഇവരുടെ അഭ്യാസ പ്രകടനം നടന്നു. മറ്റു വാഹനങ്ങൾക്കൊന്നും സൈഡ് കൊടുക്കാതെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പുറകിലുണ്ടായിരുന്ന വാഹനത്തിലെ യാത്രക്കാരാണ് ഈ വീഡിയോ പകർത്തിയതും പിന്നീട് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതും. എന്തായാലും ഈ 3 വാഹനങ്ങളുടെയും വാഹന നമ്പർ ഉൾപ്പെടെ പോലീസ് ഇതിനകം ശേഖരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും നിലവിൽ പോലീസ് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പോ കേസെടുത്തിട്ടില്ല. ഈ വാഹനം ആരുടേതാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസും അതേപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം നടത്തുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ ഈ വാഹനം ഓടിച്ചവരെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല അല്ലേ? പോലീസ് അടക്കം പറയുന്ന മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? വാഹനം ഓടിച്ച ആളുകളൊന്നും ഈ ദൃശ്യത്തിലില്ല. എന്തായാലും വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള അന്വേഷണമാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇപ്പോൾ നിലവിൽ നടത്തുന്നത്. ആരുടെ പേരിലാണ് ഈ വാഹനം എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് വിവരം ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇത്തരം ആളുകളോട് സ്റ്റേഷനിൽ ഹാജരാവാൻ ഉൾപ്പെടെ പറയുന്ന നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക. അതിനുശേഷമായിരിക്കും ഈ സംഭവ ദിവസം ആരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ഇടുക്കി മുനിയറയിൽ ബസ് മോഷ്ടിച്ച് കടത്തുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടു. മോഷ്ടാവ് വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. അടിമാലി നെടുങ്കണ്ടം റൂട്ടിൽ സർവീസ് നടത്തുന്ന നക്ഷത്ര ബസ്സാണ് മോഷണം പോയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോന്നിയിൽ അതിഥി തൊഴിലാളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പശ്ചിമബംഗാൾ സ്വദേശി നസീബുള്ളാണ് മരിച്ചത്. കോന്നിയിലെ വാടക വീട്ടിലെ ശുചിമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇടുക്കിയിൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ തർക്കഭൂമിയിൽ വീണ്ടും ഭീഷണിയുമായി തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കമ്പമെട്ടിൽ താമസിക്കുന്ന കുടുംബത്തോടാണ് ഒഴിഞ്ഞു പോകുവാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാലങ്ങളായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന മേഖലയാണ് കമ്പംമെട്ട് മുതൽ ബോഡിമെട്ട് വരെയുള്ള കേരള തമിഴ്നാട് അതിർത്തി പ്രദേശം. മുമ്പ് പ്രശ്നം രൂക്ഷമായപ്പോൾ ഇരു സംസ്ഥാനങ്ങളിലെയും ഗവൺമെന്റ് തല ഇടപെടലിനെ തുടർന്ന് തൽസ്ഥിതി തുടരാൻ നിർദ്ദേശിച്ച് പ്രശ്നം പരിഹരിച്ചതാണ്. എന്നാൽ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയായതോടുകൂടി തമിഴ്നാട് വനംവകുപ്പ് തുടർച്ചയായി അതിർത്തി മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാമക്കൽമേടിന് സമീപം ബോർഡ് വെച്ച് പ്രവേശനം തടഞ്ഞുകൊണ്ടാണ് ഇത്തവണ തമിഴ്നാട് വനംവകുപ്പ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിനുശേഷം പതിറ്റാണ്ടുകളായി കമ്പംമെട്ടിൽ താമസിച്ചു വരുന്ന വാഴക്കാലായിൽ സുരേന്ദ്രനും കുടുംബത്തിനോടുമാണ് കുടിയൊഴിയുവാൻ തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത്.